എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാന്തമൂത്തെടുത്ത് എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുറത്ത് നല്ല ചൂടാണല്ലേ? ആ ചൂടിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തണുത്ത എന്ത് കിട്ടിയാലും അത് നമുക്കൊരു സുഖമുള്ള പരിപാടി തന്നെ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇത്ര സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ, നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് അധികം പുറത്തേക്കൊന്നും തപ്പിപ്പോകാതെ ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള 5 കൂൾ ഡ്രിങ്ക്സ് ആണ് നിങ്ങളെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന യാതൊരു തർക്കമടക്കാർ ഏത് കൊച്ചുകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന 5 കൂൾ ഡ്രിങ്ക്സ്. അത് ഓരോന്നായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് കാണിക്കാം. വീഡിയോ ലാഗ് ചെയ്യിക്കില്ല, വളരെ ഫാസ്റ്റ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ആസ്വദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്നും പറയേണ്ട കാര്യമില്ലോ. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് പോലെ ഫസ്റ്റ് ഡ്രിങ്ക് അതാണ് മാങ്ങാമോര്. നല്ല ചനച്ച മാങ്ങ എടുക്കുക, വേറെ ഒന്നും വേണ്ട. ഇതിങ്ങനെ ചെത്തുക, ഇതിനെ കഷ്ണങ്ങളായി ടക്കടക്കടക്കടാന്ന് കഷ്ണങ്ങളായിട്ട് നുറുക്കുക. മാങ്ങ എടുക്കണു, വളരെ ഫാസ്റ്റ്. ഇതാ നിങ്ങളുടെ മിക്സിയിലേക്ക് ഇടണു. ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണങ്ങളൊക്കെ. അപ്പം നന്നായിട്ട് ഇതായി കിട്ടും. ഒരു 3 ഉള്ളി, കുറച്ച് തൈര്, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, വളരെ കുറച്ച് വെള്ളം. അതായത് അരഞ്ഞ് എടുക്കാൻ പാകത്തിന് മാത്രമായിട്ടുള്ള വെള്ളം, ബസ് ഇത്ര വേണ്ടു. ഈ സമയത്ത് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കുറച്ച് ഐസ് അരിക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ജസ്റ്റ് റെഡി. കുറച്ച് കരിവേപ്പില, അപ്പൊ നമ്മുടെ മാങ്ങാമോര് റെഡി. എന്ത് സിമ്പിൾ ആണല്ലേ? പെട്ടെന്ന് ആരും എന്തായാലും ഉണ്ടാക്കി കൊടുക്കാവുന്ന സംഗതിയാണ്. ഇത് നോക്കിയോളൂ, ഞാൻ എനിക്ക് ഒഴിക്കാം. വാവ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം റെഡി. ഇനി സെക്കൻഡ് ഐറ്റത്തിലേക്ക് പോവാണ്. ഒരു കിടിലൻ കുക്കുംബർ ജ്യൂസ്. നോക്കല്ലേ, ഇതാ കുക്കുംബർ എടുത്തു. ജസ്റ്റ് ഇതിന്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളയാ. പീൽ ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് എന്താണെന്ന് അറിയോ? ഒരു ചെറുനാരങ്ങയാണ് വേണ്ടത്. ചെറുനാരങ്ങ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൽകില്ലേ, കുക്കുംബർ നമ്മൾ ചെറുനാരങ്ങ ഇടുമ്പോൾ ചെറുനാരങ്ങയുടെ തോട് കളയണം, തോട് കുരും കളയണം. മറ്റൊന്ന് ഇതാക്കി ഇടരുത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെറുനാരങ്ങയുടെ തോലിങ്ങനെ ചെത്തി കളയാം. ഇതുപോലെ ചെത്തിയെടുക്കണം. ചെത്തിയെടുത്തിട്ട് കഷ്ണമായിട്ടാണ് അതിൽ ഇടേണ്ടത്. അതിന് മുമ്പ് കുരു കളയാനും മറക്കരുത് നിങ്ങൾ. ഇതിന് വലിയ കുരുവൊന്നുമില്ല. അല്ലെങ്കിൽ കുക്കുംബറായിട്ടൊരു കയ്പ്പ് വരില്ല. മതി. മിക്സിയിലേക്ക് ഇടല്ലേ. കുക്കുംബർ കട്ട് ചെയ്തിട്ടു, ചെറുനാരങ്ങ പീസാക്കി ഇതിട്ടു.
ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒന്നൊന്ന് രണ്ട് പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുണ്ടാവും. അത് ഉണ്ടാവും. പഞ്ചസാര, ഒരു പൊടിക്കുപ്പ്, പൊടിക്കുന്ന വളരെ കുറച്ച് മധുരം മതി. ഇനി വേണ്ടത് പുതിനയാണ്. പുതിന ഇത്തിരി മോശമാണ്, എന്നാലും ഇത് മതി. പുതിനയും കൂടി മിൽക്കിടുക. വെള്ളം ഒഴിക്കുന്നു. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുന്നു, കാരണം ഇത് അരയണം. അതിന് വേണ്ടിയിട്ട് മിക്സി അടയ്ക്കുന്നു. അപ്പോൾ ഇതിലേക്ക് അടുത്തായിട്ട് കുറച്ച് ഐസ്, കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന്. നമ്മൾ ആദ്യം അരയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഒഴിച്ചത്, മതി. നേരത്തെ നമ്മൾ മാങ്ങാമോരുണ്ടപ്പോൾ അത് അരിച്ചിട്ടില്ല, കാരണം അതാണ് അതിൻ്റെ സിസ്റ്റം. ഇതങ്ങനെയല്ല, നമ്മൾ അരിക്കണത്. അടുത്ത ഡിഷ് നമ്മൾ ഒഴിച്ചു വയ്ക്കാൻ പോവുകയാണ്. ഇതാണ് കുക്കുംബർ ജ്യൂസ്. കുറച്ച് കസ്കസ്, അതിൻ്റെ ഭംഗിയുണ്ട്. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് അതൊരു കിടിലാണ്. അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഫ്ലേവേഡ് ലൈം ജ്യൂസ്. രസമാണ്, കാണാനും ഭംഗിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റി ഉണ്ടാക്കാവുന്ന സിമ്പിൾ ഒരു ലൈം ജ്യൂസ്. അതാണ് നിങ്ങൾക്ക് അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഫ്ലേവേഡ് ലൈം ജ്യൂസ് എന്ന് വെച്ചാൽ വേറെ അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ നാരങ്ങ ഉണ്ടാക്കില്ലേ, അതിലേക്ക് നമ്മൾ ഫ്ലേവർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ചെറിയ ടിസ്റ്റ് ഉണ്ടായില്ല, അത്രയുള്ള നമുക്ക് കാണാം. എന്താണല്ലോ, ആദ്യം നാരങ്ങ എടുക്കണോ, അതെങ്ങനെ ഇതാവണം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ ഡയറക്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് വേറെ ഒന്നിലേക്ക് ആക്കി വെക്കേണ്ട കാര്യമില്ല. അതെ, ഒരു ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ജസ്റ്റ് ഒരു അര നാരങ്ങയാണെങ്കിൽ ധാരാളമായി. അത് കഴിഞ്ഞാൽ പതിവ് പോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഉണ്ടാകും, ഒരു ഗ്ലാസ്സിലെ വേണ്ടു. പിന്നെ കുറച്ച് പഞ്ചസാര, വെള്ളം സാധാരണ നമ്മൾ ഉണ്ടാക്കില്ലല്ലോ, നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കില്ലേ, അതിലിപ്പോൾ പച്ചമുളക് ഇഞ്ചി എന്നിവ ചേർത്തുന്നുള്ളൂ. ചെറിയ കഷ്ണം മുളകും കൂടി ചേർത്തു. ഇനിയാണ് ഇതിനെ ഫ്ലേവേഡ് ആക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നറിയോ, നിങ്ങൾക്കിത് ഫ്ലേവേഡ് ആക്കാൻ ഏത് കളറിലേക്ക് വേണമെങ്കിൽ മാറ്റാം. നിങ്ങൾ ഈ ജ്യൂസിൻ്റെ മുന്തിരി എടുത്തിട്ട് ഒരു 4 മുന്തിരി എനിക്ക് പൊട്ടിച്ചിടുക, ഇത് റെഡ് കളറായി മാറും. ഇതന്നെ നിങ്ങൾ പൈനാപ്പിൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് യെല്ലോ കളറായി മാറും. ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ കളറാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഈ കളറുകൾ നമുക്ക് ഏത് വേണമെങ്കിൽ നമ്മുടെ ഏതായിരിക്കും ഫുഡ് 2 കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കിക്കോട്ടെ, ഇപ്പോൾ ഇട്ടിരിക്കുന്ന ജ്യൂസ് എടുക്കുന്ന മുന്തിരിയാണിത്. ഈ മുന്തിരി ഇട്ട് ഇതിൻ്റെ ഇപ്പോൾ ഒരു അടിച്ച് കഴിഞ്ഞാൽ സംഗതി അടിപൊളി റെഡിഷ് കളറിലേക്ക് വരും. വാവ്, ഒരു നാരങ്ങ വെള്ളം കൊടുക്കണമെങ്കിൽ എത്രയോ ഭംഗിയാ നോക്കൂ, അതിൻ്റെ കളർ നോക്കൂ. ഇതിന് ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുക, അതെ, അതിലേക്ക് കുറച്ച് കസ്കസും കൂടി ഇടുക. അല്ലേ, അത് കാണുമ്പോൾ ഒരു ചന്ത കണ്ടത്, എന്താ രസം എന്ന് പറയും. അതിന് മുകളിൽ ഇങ്ങനെ കിടക്കട്ടെ. 2 കഷ്ണം ഐസും കൂടി കിടക്കട്ടെ. അല്ലേ, നമ്മൾ നേരത്തെ കണ്ട അതേ സാധനം നമ്മൾ അത് പൈനാപ്പിൾ ഫ്ലേവറിൽ ഉണ്ടാക്കി വെക്കാം. അതിൻ്റെ കളർ വ്യത്യാസം എന്താണെന്നറിയാം. ഈ പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ അതിൽ വേറെ ഒന്നുമില്ല. നാരങ്ങ വെള്ളം നല്ല പൈനാപ്പിൾ ഫ്ലേവറോട് കൂടിയിട്ട് മുന്തിരിക്ക് പോയാലേ പൈനാപ്പിൾ ആയപ്പോൾ എൻ്റെ കളർ മാറിയണ്ട. വരുന്ന അതികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിൽ നമുക്ക് കുറച്ചും കൂടി ഇതും കൂടി ഇത് ആഡ് ചെയ്യണം കേട്ടോ. അതിന് സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നില്ല, ഓരോ ഇപ്പം നാരങ്ങ വെള്ളത്തിൻ്റെ ഇപ്പം മുന്തിരിയുടെ സ്മെല്ലായി, പൈനാപ്പിളിൻ്റെ സ്മെല്ലായി. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ ഓറഞ്ച് ഇടുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു ഐറ്റം ഒരു കിടിലൻ ഐറ്റം, ഇത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. കോക്കനട്ട് ലൈം ജ്യൂസ്.
വളരെ രസകരമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതിൻ്റെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതൊന്നുമില്ല, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്ന കോക്കനട്ട് ലൈം ജ്യൂസ്. കാണല്ലേ, ഒന്നും വേണ്ട, പഴയമാതിരി തന്നെ മിക്സ് എടുക്കുന്നു വെക്കുന്നു. നാരങ്ങ പതിവ് പോലെ, ഇഞ്ചി, ചെറിയ കഷ്ണം പച്ചമുളക്, ആവശ്യത്തിന് പഞ്ചസാര. നമ്മൾ 2 പേർക്കുള്ള ഉണ്ടാക്കണേ. ഇനിയൊരു ട്വിസ്റ്റ്, ചിരകിയ നാളികേരം, അരയാൻ പാകത്തിന് വെള്ളം, ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇപ്പം ചേർക്കുക. 2 ഗ്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഐസ് വീണ്ടും റെഡി. ഇനി ഇവിടെ അരിച്ചെടുക്കുക, സൂപ്പറായിരിക്കും. ഇതാണ് ആ കിടിലൻ സാധനം. ഇത് ഒരു 1-1.5 മുതൽ കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റാണ്. നമ്മളൊരു നാളികേരത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ഒരു നാരങ്ങ എടുക്കുമ്പോൾ പിഴിയുന്നു, അതിലടിക്കുന്നു, നാളികേരത്തിൽ അടിക്കും. പക്ഷെ അതിന് വരുന്നൊരു മാറ്റം ഉണ്ടല്ലോ, കിടിലൻ മാറ്റമായിരുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് പറയൂ, അതൊരു വെറൈറ്റി സാധനം. കാരണം നമ്മൾ ഈ ജ്യൂസ് ഐറ്റംസ് ഇല്ലേ, അതൊന്ന് ഒന്ന് മാറി പിടിച്ചുകൊണ്ട്, മറ്റൊന്നുമല്ല, കോൾഡ് കോഫി. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനത് കാണിച്ചുതരാം. കോൾഡ് കോഫി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയാം, നിങ്ങൾ ഏത് ബ്രാൻഡ് കോഫിയാണ് എടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണ് കോഫി പൗഡർ ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കുക. അതെടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 2-3 പേർക്കുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കോഫി പൗഡർ ആദ്യം ഇരിക്കട്ടു, ഒരു ബൗളിലേക്ക് ഇടുക. ഇത് കൂർഗിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ കോഫി കേട്ടോ. നമ്മളൊരു റിലേഷൻ ഉണ്ട്, ആളുടെ വീട്ടിലുണ്ടാവുന്ന കോഫിയാണ്, കൂർഗിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് പൊടിക്കുന്ന നല്ല കോഫി അത്. അതിലേക്ക് ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതിനെ നന്നായി ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചൂടുവെള്ളം വെച്ച് ഇതുപോലെ ഒരു ക്രീമിയാക്കി എടുത്തുകൊണ്ടാണ്. ഇനി എടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ജാറ് മിക്സിയിലേക്ക് പതിവ് പോലെ വെക്കുക. കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ ശരിക്കും എന്താ വേണ്ടതെന്ന് അറിയാം, അതായത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയായിട്ടുള്ള പാലാണ് വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, ഫ്രീസറിൽ ഇത് കട്ടയായില്ല. പെട്ടെന്നാണ് ഒരു ഐഡിയ 5 ഐറ്റത്തെ വെച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനൊരു ചിന്ത വന്നത്. അപ്പോൾ കട്ടയായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് കട്ട് ചെയ്തായിരിക്കും ഇടാം കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് പാല് എനിക്ക് എടുക്കുന്നുണ്ട്. അത് ബ്ലെൻഡ് ചെയ്യാൻ മുഴുവൻ ഒഴിക്കുന്നില്ല, കാരണം ഒരു വട്ടം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് വീണ്ടും എനിക്കിടാം. അല്ലേ, അതിലേക്ക് 2-3 ടീസ്പൂണ് കോഫി. നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ടേസ്റ്റും കാര്യങ്ങളനുസരിച്ച് ഇടാം കേട്ടോ. പഞ്ചസാര ഇട്ടുള്ളൂ, നമ്മൾ പഞ്ചസാര. ഇനി അത് ജസ്റ്റ് ഒരു അടി ഇടിക്കുക. ഇനി അടുത്ത ഫ്ലേവർ ചെയ്യാന്നുള്ളത്, കോഫിയുടെ ഫ്ലേവർ നന്നായിട്ട് വന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വാനിലയുടെ എസൻസ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു തുള്ളി ഇതിലേക്ക് ഞെറ്റിക്കുക. അപ്പോൾ സംഗതി മാറും, ഭയങ്കര വ്യത്യാസമായിരിക്കും കഴിക്കാനായിട്ട്. അധികം വേണ്ട, 2 തുള്ളി മതി കേട്ടോ. ഇനി ബാക്കിയുള്ള പാലും ഞാൻ വയ്ക്കാൻ പോവാണ്, കാരണം ഞങ്ങൾ അവസാനത്തെ സാധനം കഴിക്കാനായിട്ട് ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് അടിപൊളിയായിക്കോട്ടെ. ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് പാൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്തല്ലോ കോഫി. ആ സമയത്ത് ശരിക്കും ഒരു ക്രീമി ആയിട്ടൊരു സംഗതി വരും. പക്ഷെ ഇതിലത് വരുന്നില്ല, കാരണം നമ്മളത് ഐസായിട്ടില്ല, ഒരു പാല് തണുപ്പിച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഐസ് കട്ടയായിട്ട് വരുമ്പോൾ ആ ക്രീമി ആയിട്ട് ഒരു സിസ്റ്റം ഇതിൽ വരും. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് നമ്മൾ സാധാരണ കോൾഡ് കോഫിയുടെ മുകളിൽ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാനൊക്കെ നല്ല രസമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ അവസാന ഐറ്റം
5ാമത്തെ ഐറ്റം ഗ്ലാസ്സിലേക്ക് പാർത്തോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗി വരുത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിലേക്ക് കുറച്ച് അതിൻ്റെ കോഫി പൗഡർ ആണെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പലരും പലതരം ക്രീമുകളെയും ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കണ്ടേ, നമ്മൾ ഗസ്റ്റിന് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഒരു ഡോട്ടിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ 5 ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. ഇതിൽ മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, നിങ്ങൾ കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അതുപോലെ അഭ്യർത്ഥിക്കുന്ന ഒരു ഐറ്റം എന്താ പറയും, എൻ്റെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, മാങ്ങാമോര്. നമ്മൾ പലരും മാങ്ങാമോര് കൂടി ഉണ്ടാക്കും, പക്ഷേ അതിൽ ഒരിക്കലും ചെറുള്ളി ഉപയോഗിക്കാറില്ല. ചെറുള്ളി ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. ഈ ചെറുള്ളിയും പച്ചമുളകും കോമ്പിനേഷൻ അവരുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സാധനം, കരിവേപ്പില, ഈ 3ഉം തമിഴ്നാട് കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഈ സാധനം നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കണം ഞാൻ പറയുന്നത്. ഇത് ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ കോഫി, പിന്നെ കോൾഡ് കോഫി കോമൺ ആണ്. പിന്നെ ഉള്ളതാണ് ഈ എന്താ പറയുക, ഈ നാളികേരം ചെറുകിട്ടടിച്ചിട്ടുള്ള ഈ സമയത്തിലുണ്ട്. ഇതിൻ്റെ സിസ്റ്റം തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. നാളികേരൊക്കെ ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇതും അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ. അത്ര ഞാൻ പറയുന്നു. ഈ 2 ഐറ്റം ഞാൻ നിങ്ങളോട് എന്തായാലും ചെയ്ത് നോക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞ മാതിരി ലൈക്ക്, ഷെയർ, ഇനി ഒന്നും പറയുന്നില്ല, ഇതിൽ ചെയ്യുന്ന കാര്യം ഉറപ്പാക്കാം. കാരണം അതുപോലത്തെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു, സീ യു അഗൈൻ.